കല്യാൺ സിൽക്സ് അവാൻഗാർഡ് പവേഡ് ബൈ ജോസ്കോ ജ്വല്ലേഴ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഒന്നിനൊന്നും മികച്ച പുതിയ ഷോർട്ട് ഫിലിമുകളെ പരിചയപ്പെടുത്തിക്കൊണ്ട് അവാൻഗാർഡ് അതിൻ്റെ യാത്ര തുടരുകയാണ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ഷോർട്ട് ഫിലിം ഏതാണെന്ന് അറിയാം. അവാൻഗാർഡിലെ ഈ എപ്പിസോഡിലെ ജൂറി പാനലിനെ നമുക്ക് പരിചയപ്പെടാം. ഇന്ന് അവാൻഗാർഡിൽ നമ്മൾ കാണാൻ പോകുന്നത് കണ്ണൂരിൽ നിന്നും വന്നിട്ടുള്ള പ്രജീഷ് പ്രേം സംവിധാനം ചെയ്ത നമ്മളിൽ ഒരാൾ എന്നൊരു ഷോർട്ട് ഫിലിമാണ്. സാർ, ഇതാണ് പ്രജീഷാണ് നമ്മളിൽ ഒരാളെന്ന് ഈ ഷോർട്ട് ഫിലിം സംവിധാനം ചെയ്തിരിക്കുന്നത്. പ്രജീഷ്, എന്താണ് നമ്മളിൽ ഒരാൾ? എന്താണ് സബ്ജക്റ്റ്? പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? സാർ, നമ്മൾ ഇന്ന് പേപ്പറിലും മാധ്യമങ്ങളിലും എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു യൂഷ്വൽ സബ്ജക്റ്റായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ പെൺമാണിപ്പം ബലാത്സംഗം പോലുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിനെതിരെ അവർക്ക് പറ്റുന്ന രീതിയിൽ പ്രതികരിച്ച ഒരാളെക്കുറിച്ച്, അതായത് നമ്മളിൽ ഒരാളായിട്ടുള്ള ഒരാളെക്കുറിച്ചുള്ള ഒരു ഷോർട്ട് ഫിലിമാണ്. വാർത്തയല്ലാതായി മാറി കഴിഞ്ഞു അല്ലേ? വാർത്തയല്ലാണ് യൂഷ്വൽ. ഒരുപക്ഷെ നമ്മൾ ഈ വേദിയിൽ കൈകാര്യം ചെയ്തേക്കുന്ന സബ്ജക്റ്റുകൾ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ഷോർട്ട് ഫിലിംസ് ഇതേ സബ്ജക്റ്റിൽ വന്നിട്ടുണ്ട്. സോ പ്രജീഷ് എങ്ങനെ ഇത് വ്യത്യസ്തമായിട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനം. പ്രജീഷ് എത്ര വ്യത്യസ്തനാണെന്ന് കൂടി. അതെ, ഞങ്ങൾ പ്രജീഷിൻ്റെ നമ്മളിൽ ഒരാൾ എന്ന ഷോർട്ട് ഫിലിം കാണാൻ വേണ്ടി നീങ്ങാണ്. നിങ്ങൾ പ്രേക്ഷകരും കാണുക, അതിനുശേഷം നമുക്കതിൻ്റെ റിവ്യൂ എന്താണെന്ന് അറിയാം. നമുക്ക് നീങ്ങാം. വെറുതെയല്ല ഈ കവികളൊക്കെ ഉണ്ടാവുന്നേ. ഓഹോ. പ്രേമിക്കുമ്പോൾ, നിന്നോട് സംസാരിക്കുമ്പോൾ കാണുന്ന എല്ലാറ്റിനും മുടിഞ്ഞ സൗന്ദര്യം. ഓ. എനിക്ക് നിന്നോട് മുടിഞ്ഞ പ്രേമാടി. ആണോ? പിന്നെ കവിത എഴുതാനുള്ള പരിപാടിയാണോ മാഷെ? എന്താ ചിരിക്കുന്നേ? തൻ്റെ മഞ്ചാടിക്കുരുക്കള് ഇവിടെ എൻ്റെ തൊട്ടടുത്തിരിപ്പുണ്ട്. കാണായിരുന്നോ എന്നെ? മഞ്ചാടിയെ? അപ്പൊ എന്നെ കണ്ട? അല്ല റിപ്പോർട്ടറെ, തന്റെ സിറ്റിസൺ ജേർണലിസം എന്തായി? ഇങ്ങനെ മഴയെ നോക്കി നിന്നോട് സംസാരിച്ചിരുന്ന പിന്നെ എങ്ങനെ ആവാനാ? ഒന്നും ആയില്ലോടോ. ഒന്നും ആയില്ലെങ്കിൽ ഞാൻ പറയട്ടെ ഒരു കാര്യം. ഇവിടുത്തെ ഒരു ചേട്ടൻ മോനച്ചൻ പത്രം വിൽക്കല, ഈ വൈകുന്നേരത്തെ പത്രം. അതിന്റെ എല്ലാ കാര്യങ്ങളും എൻ്റെ അച്ഛനോട് പറയാറുണ്ടോ. അതിന് കണ്ണു കാണാൻ വയ്യാത്ത ഒരു അനിയനേ ഉള്ളൂ. മോനച്ചനെ പ്രേമിച്ചൊരു ചേച്ചിയുണ്ടായിരുന്നു, അതിപ്പോ ജയിലിലാത്രേ. ഇതൊക്കെ അച്ഛൻ പറഞ്ഞ അറിവാട്ടോ. ആ, അതിന്റെ വീട്ടിൽ ഇപ്പോഴും കറണ്ട് കിട്ടിയിട്ടില്ല അത്രേ. കോളേജ് വിട്ട് ലേറ്റ് ആവുന്ന ദിവസം ഞാൻ കേൾക്കാറുണ്ട് മോനച്ച ഉച്ചത്തിൽ ബൈബിൾ വായിക്കുന്നത്. അത് സംസാരിക്കുന്ന കേൾക്കുമ്പോൾ സങ്കടം തോന്നും. കഴിഞ്ഞു എൻ്റെ മോൻ ചോന്നു. എന്നെ കൺപോലും അന്ധകാലം കുതിയിരിക്കുന്നു. എന്നെ കൈകൾ അക്കമ്പം പ്രവർത്തിച്ചില്ല. എൻ്റെ പ്രാർത്ഥന നിർമ്മലമാണ്. ഭൂമി എൻ്റെ രക്തം മാറ്റി അറിയാതിരിക്കട്ടെ. എൻ്റെ വിലാപം
അവസാനിക്കാതിരിക്കരുത്. ഇപ്പോഴും എൻ്റെ ശ്വാസരോഗത്തിലും എൻ്റെ രാമക്കാരൻ ഉന്നതത്തിലിരിക്കുന്നു. ധൈര്യന്മാർ എന്നെ പരിഹസിക്കുന്നു. എന്നെ കണ്ണ് എൻ്റെ കണ്ണുകൾ ദൈവസന്നിധിയിൽ കണ്ണീരൊഴുക്കുന്നു. ഒരുവൻ അയൽക്കാരൻ്റെ മുൻപിൽ വാദിക്കുന്നത് പോലെ അതെനിക്ക് വേണ്ടി ദൈവത്തിൻ്റെ മുൻപിൽ ന്യായവാദം നടത്തട്ടെ. ഏതാനും വർഷങ്ങൾ കഴിയുമ്പോൾ തിരിച്ചു വരാൻ കഴിയാത്ത പാതയിലൂടെ ഞാൻ കടന്നു പോകും. അച്ചായ, നോയിച്ചാ എന്തൊരു ജീവിതല്ലേ. അതിനൊന്നും അറിയില്ലടോ. ടെക്നോളജിയോ പുതിയ ലോകോ ഒന്നും. TV പോലും കാണാറില്ലാത്രേ. അതിനെ വായിക്കാൻ പഠിപ്പിച്ചത് ആ ചേച്ചിയാ. അതിനെ പ്രേമിച്ച ചേച്ചിയില്ലേ, ആ ചേച്ചി. തനിക്കറിയോടോ, അതിൻ്റെ ലോകം അത് വിൽക്കുന്ന പത്രത്തിലെ വാർത്തകളാ. ഒരു പാവ അത്. ഹിപ്പി അയ്യോ ഹിപ്പി എമ്മയോ ആരുമായി ജോയ്ക്ക് വായിച്ചേൽപ്പിക്കാൻ വേണ്ടിയിട്ടാണോ പത്രം വാങ്ങിക്കണേ? അപ്പൊ വിൽക്കണല്ലേ? വിൽക്കണം. വെയിൽ പോട്ടെ. 5 മാസം ഒരു ബ്രോ. അച്ചായ, എപ്പോഴും കൂട്ടി നടന്ന് ഇപ്പൊ ആൾക്കാർ ചോദിക്കാൻ തുടങ്ങിയില്ലേ? ചോദിക്കട്ടെ, അതിനെന്താ? ചോദിച്ചത് ഒറ്റയ്ക്ക് ഞാൻ പറ്റാതെ തോന്നിട്ടില്ലേ? വീരസിന്റെ സ്ഥാനത്തെ പറ്റി ഹിപ്പി അമ്മയോ ഹിപ്പി അയ്യോ ഉള്ള ആരുമായും ചർച്ച നടത്തിയിട്ടില്ല. എം മുരളി 11 ഇതേ ഉള്ളൂ എപ്പോഴും ഒരു ബലാത്സംഗം. അച്ചായ, നല്ലൊരു ക്യാരക്ടറല്ലേ ഈ മോനച്ചൻ. ഒരു സ്റ്റോറിക്കുള്ള വകയുണ്ട്. നല്ലൊരു ക്യാരക്ടറല്ലേ ഈ മോനച്ചൻ. ഒരു സ്റ്റോറിക്കുള്ള വകയുണ്ട്. ബാക്കിയുടെ കേക്ക്. എൻ്റെ പൊന്നളിയാ, ഓടുന്ന ബസ് വെച്ചതൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ സമ്മതിച്ചു. അതും ഡൽഹിയിൽ. നീയൊക്കെ ഇങ്ങനെ നടന്നോ? നെറ്റിലെ ഫോണിലെ തിയറി മാത്രം കണ്ടു നടന്നിട്ട് ഒരു കാര്യമില്ല. വല്ലപ്പോഴും പ്രാക്ടിക്കൽസ് നടത്തണം. ഏത് ശരിക്കും ഹീറോ തന്നെ അവന്മാര്. അതിൻ്റെ ചിന്ത മുഴുവൻ ആ പിള്ളേര് സംസാരിച്ച കാര്യത്തെക്കുറിച്ചാ. അതിലൂടെ വലിയ നായകന്മാരായ പീഡനക്കേസിലെ പ്രതികളെക്കുറിച്ചും. ആ പാവത്തിൻ്റെ പൊട്ട ബുദ്ധി ചിന്തിച്ചത് അത് വിറ്റ പത്രത്തിലെ വാർത്തകളാ ആ പ്രതികളെ നായകന്മാരാക്കിയതെന്നു. കഷ്ടം. നിങ്ങൾ ആമ്പിള്ളേരൊക്കെ ഇങ്ങനെയാ. എന്നെ ആ കൂട്ടത്തിൽപ്പെടുത്തണ്ട. ചുമ്മാ പറഞ്ഞതാ മാഷേ, വിട്ടേക്ക്. അല്ല, ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഈ മോനച്ചൻ എന്താ ഇത്ര
അനിയൻ ജോയിക്കു എന്തോ ഒരു അതേപ്പറ്റി അച്ഛൻ വല്ലതും പറഞ്ഞോ? ഞാൻ പറഞ്ഞില്ലേ മോനച്ഛനെ പ്രേമിച്ചൊരു ചേച്ചിയെ പറ്റി. അതിപ്പോൾ ജയിലിലാണെന്ന്. അത് തന്നെയാ കാരണം. അപ്പോ അതാണ് മോനച്ചൻ അല്ലേടോ? അതിനറിയില്ല ശരിക്കും അങ്ങനെ ചെയ്താലൊന്നും നാട് നന്നാവൂലെന്ന്. ഡോ, ആ പാവത്തിന് അതിന് കിട്ടിയത് എന്താണെന്നറിയോ? നേരത്തെ ആണല്ലോ. അച്ചായ മിണ്ടാത്ത എന്താ അച്ചായ? അച്ചായ എന്താ പറ്റിയ അച്ചായ? എന്താ പറ്റിയ എന്റെ അച്ചായന്? അടുത്തുണ്ട്, പക്ഷെ ഒന്ന് കാണാൻ പറ്റുന്നില്ലല്ലോ കർത്താവേ എന്റെ അച്ചായനെ. കാണണമായിരുന്നു എന്നെ. മോനച്ചനെ. അപ്പൊ എന്നെ കാണണ്ടേ? താൻ എൻ്റെ ചുന്ദരി കുട്ടിയല്ലേ, തന്നെയും കാണണം.